ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നമ്മൾ ക്യാപിറ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്, ഏതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ക്യാപിറ്റൽ ഗ്രോത്തും കൺസിഡർ ചെയ്യണം, ക്യാഷ് ഫ്ലോയും കൺസിഡർ ചെയ്യണം. ക്യാപിറ്റൽ ഗ്രോത്ത് ഈസ് വാട്ട് യു മേക്ക് യു വെൽത്തി. ഈ ക്യാപിറ്റൽ ഗ്രോത്ത് വഴി കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ വഴിയാണ് നമുക്ക് പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങാനും അത് വെച്ചിട്ടുള്ള ഇക്വിറ്റി റിലീസ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ടുള്ള ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയ പ്രോപ്പർട്ടീസ് വാങ്ങാനായിട്ടൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ പൈസ എടുക്കാതെ നമ്മുടെ അപ്രീസിയേഷൻ വെച്ച് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഇക്വിറ്റി വെച്ചിട്ടുള്ള പൈസ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടി വാങ്ങുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം വെച്ചിട്ട് നമുക്ക് ആ പ്രോപ്പർട്ടി കുറച്ചധികം നാൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്. നമ്മൾ പേഴ്സണലി നമുക്ക് ഒരു ബർഡൻസ് ഒന്നും ഉണ്ടാവാതെ ഫിനാൻഷ്യലി നമുക്ക് സ്ട്രെസ് ആവാതെ കിട്ടുന്ന റെന്റൽ ഇൻകം വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് ഇപ്പോൾ നമുക്ക് ഈൽഡ് വളരെ കുറവാണ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റൽ ഇൻകം നമുക്ക് കിട്ടുന്നത് നമ്മുടെ എക്സ്പെൻസ് കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈൽഡിന്റെ ഒരു പെർസെൻറ്റേജ് ആണ്. അതിപ്പോൾ 2% 3% ആണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് $2,000-$2,500 ഒക്കെ മന്ത്ലി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അത് നമുക്ക് പിന്നീട് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്രയൊന്നും പൈസ പുറത്തോട്ട് ഇറക്കാതെ നമ്മുടെ മാക്സിമം ഈൽഡ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി, മാക്സിമം ക്യാഷ് ഫ്ലോ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും അറ്റ് സെയിം ടൈം നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കേണ്ടത്. പിന്നെ ഇതൊരു പേഴ്സണൽ സിറ്റുവേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ ഇൻകം ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത്രയും പൈസ നമുക്ക് പുറത്തോട്ട് ഇറക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് അവരെ ബാധിക്കുന്നില്ല. പിന്നെ അവർക്ക് അതിൻ്റെതായ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങൾ ടാക്സ് വൈസിൽ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ സർക്കംസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഹൈലി നെഗറ്റീവ് ആയിട്ട് കുറേ 2-3 പ്രോപ്പർട്ടി ഉണ്ട്, അതെല്ലാം അതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ കറക്റ്റിലാണെങ്കിൽ നമ്മൾ ഒരുപാട് എമൗണ്ട് നമ്മൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനായിട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കൺസിഡർ ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി പർച്ചേസിലോട്ട് മുന്നോട്ട് പോകാനായിട്ട്. സോ ഇൻ ഷോർട്ട് ഇത് രണ്ടും നമുക്ക് വളരെ ക്യാഷ് ഫ്ലോയും ക്യാപിറ്റൽ ഗ്രോത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.